दोस्तों, आदाब। मेरा नाम फातिमा मेहरीन है। मैं AHSS पार्लियामेंट मुलामी 5th स्टैंडर्ड में पढ़ती हूँ। जब तक उर्दू हिंदी रहेगी तब तक प्रेमचंद का नाम दी रहेगा. കലം കാ സിപ്പാഹി എന്ന തൂലിക നാമത്തിൽ ഉറുദു ഹിന്ദി ഭാഷകളിൽ ഒരുപോലെ പ്രശസ്തി നേടിയ മുൻഷി പ്രേംചന്ദിന്റെ ദോബായിൽ എന്ന കൊച്ചുകഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ദോബായ് എന്ന ഈ കഥ പ്രേംചന്ദിന്റെ വളരെ അതിശയകരമായ സൃഷ്ടിയാണ്. 1880 ബനാറസിലെ ലംഹി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ധൻപത് റായ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. 1936 അദ്ദേഹം അന്തരിച്ചു. ഈ കഥയിലൂടെ അദ്ദേഹം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ തീക്ഷ്ണത നമുക്ക് കാണിക്കുന്നു. ഹീര മോത്തി എന്നീ പേരുള്ള 2 കാളകളും അവരുടെ ഉടമസ്ഥനായ ജൂറിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ജൂറിയുടെ ഭാര്യ സഹോദരൻ ഗയയും ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ജൂറിയുടെ അടുത്ത് ഹീര മോത്തി എന്നീ പേരുള്ള 2 കാളകൾ ഉണ്ടായിരുന്നു. 2 കാളകളും ജൂറിയും വളരെ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഒരിക്കൽ ജൂറിയുടെ ഭാര്യ സഹോദരനായ ഗയ കാളകളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗയയുടെ പെരുമാറ്റമോ അയാൾ നൽകിയ ഭക്ഷണമോ കാളകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ ദിവസം തന്നെ രാത്രിയിൽ 2 കാളകളും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജൂറിയുടെ അടുത്തെത്തി. കാളകളെ കണ്ടപ്പോൾ ജൂറിക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ അയാളുടെ ഭാര്യക്ക് തിരിച്ചു വന്നത് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത ദിവസം ഗയ കാളകളെ അന്വേഷിച്ച് വരികയും വീണ്ടും അവരെ തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. ദിവസം മുഴുവനും ജോലി ചെയ്യിച്ച് വേണ്ടത്ര വെള്ളമോ തീറ്റയോ നൽകാതെ അയാൾ കാളകളെ നന്നായി ഉപദ്രവിച്ചു. അയാളുടെ പീഡനത്തിൽ സഹിക്കെട്ട ഇരുവരും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ വളരെയധികം ആഗ്രഹിച്ചു. ആ വീട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരുടെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കി അവൾ കാളകൾക്ക് റൊട്ടിയും മറ്റും നൽകുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ആരും അറിയാതെ ആ പെൺകുട്ടി കാളകളെ അഴിച്ചുവിട്ടു. ഓടി ഇരുവരും ഒരു അജ്ഞാതമായ സ്ഥലത്തെത്തി. വഴിയോരത്ത് പച്ചപ്പ് നിറഞ്ഞ പയർ കൃഷി കണ്ടപ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷം തോന്നി. അവർ വിശപ്പ് കാരണം പയർ ചെടി കഴിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടു വന്ന തോട്ടക്കാരൻ കാളകളെ പിടിച്ച് കാഞ്ചി ഹൗസിൽ ബന്ധസ്ഥരാക്കി. അവിടെയും അവർക്ക് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. കാഞ്ചി ഹൗസിന്റെ ചുമരുകൾ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മോത്തിക്ക് രക്ഷപ്പെടാനായെങ്കിലും ഹീര കാഞ്ചി ഹൗസിൽ തന്നെ കുടുങ്ങി. ഹീരയെ ഒറ്റപ്പെടുത്തി മോത്തിയും രക്ഷപ്പെടാൻ തയ്യാറുമില്ല. അടുത്ത ദിവസം തന്നെ അയാൾ ഇരുവരെയും കശാപ്പുകാരന് ഉയർന്ന വിലക്ക് ലേലം ചെയ്തു. കശാപ്പുകാരനോടൊപ്പം നടന്നു പോകുന്ന ആ നിമിഷം അവർ പഴയ വീട്ടിലേക്കുള്ള വഴി തിരിച്ചറിഞ്ഞു. ഓടി അവർ ജൂറിയുടെ അരികിലെത്തി. പിറകെ ഓടിയെത്തിയ കശാപ്പുകാരനെ മോത്തി ആട്ടി ഓടിച്ചു. ജൂറിയും ഭാര്യയും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിലൂടെ കഥാകൃത്ത് പരസ്പര ബന്ധത്തിന്റെ ആഴം നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നു. ശുക്രിയ. ഹുദ.